ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ആരെങ്കിലും ഇനി പേര് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ കേട്ടോ. ഓക്കെ, അപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇല്ലേ, കാണുന്നില്ല എല്ലാവർക്കും? ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് എന്തായിരുന്നു? നമ്മള് നാഡീ വ്യവസ്ഥേനെ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇനി നമുക്ക് ഓരോ വ്യവസ്ഥകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മള് നാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ ബാക്കിയുള്ള മസ്തിഷ്കത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയണത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കമാണ്, ബ്രെയിൻ ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ, നാഡികൾ ഉൾക്കൊള്ളുന്ന നാഡീ വ്യവസ്ഥയുടെ ഭാഗം ഏതായിരിക്കും? മസ്തിഷ്കമായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ വർക്ക് ലോഡ് വരുന്നത് മസ്തിഷ്കത്തിനാണ്. സോ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? മസ്തിഷ്കത്തിലാണ്. ഇനി മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഒരു ശരാശരി ഭാരം ഏകദേശം എത്ര കിലോയാണ്? 1.3 തുടങ്ങി 1.4 കിലോഗ്രാം വരെയാണ് മനുഷ്യ ശരീരത്തിന്റെ ഭാരം വരുന്നത്. ഇനി മസ്തിഷ്കം പൂർണ്ണ വളർച്ച പൂർത്തിയാകുന്നത് 8 വയസ്സിലാണ്. ഓക്കെ, അപ്പൊ നമ്മള് ചെറിയ വയസ്സ് തുടങ്ങി നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വളർന്നു തുടങ്ങി 8 വയസ്സാകുമ്പോൾ അതിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജീവികളുടെ തലച്ചോറിന്റെ ഭാരം ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, സ്പേം വെയിലിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, ആനയുടെ തന്നിട്ടുണ്ട്, ഡോൾഫിന്റെ തന്നിട്ടുണ്ട്, മനുഷ്യന്റെ തന്നിട്ടുണ്ട്, ചിമ്പാൻസിയുടെ തന്നിട്ടുണ്ട്, നായയുടെ തന്നിട്ടുണ്ട്, പൂങ്ങയുടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏതായിരിക്കും? ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി സ്പേം വെയിലാണ് ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി. ഈ കരയിലുള്ള ജീവികളിൽ ഏറ്റവും വലിയ തലച്ചോറുള്ളത് ആർക്കാണ്? ആനയ്ക്കാണ്. ഓക്കെ, ഈ രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി എന്ന് പറയുന്നത് സ്പേം വെയിലാണ്. കരയിൽ ഏറ്റവും വലിയ തലച്ചോറുള്ളത് ആനയ്ക്കാണ്. ഇനി ഇതാണ് നമ്മുടെ തലച്ചോറിന്റെ എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻ ലെയർ. നമുക്കറിയാം നമ്മുടെ തലച്ചോറ് എന്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്? തലയോടിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. തലയോട്, നമ്മൾ അതിനെ സ്കൾ എന്ന് ഇംഗ്ലീഷിൽ പറയും, തലയോട്. തലയോടിന്റെ ഉള്ളിലായിട്ട് 2 മെനിഞ്ചസ് പാളികൾ കാണാം. ഈ മെനിഞ്ചസ് പാളികളുടെ ഇടയിലായിട്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തലയോടിന്റെ ഉള്ളില് 2 മെനിഞ്ചസ് പാളികൾ ഉണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലാണ് ബ്രെയിൻ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കാൽപ്പ്. നമ്മള് മുടി വളരുന്നത് സ്കാൽപ്പിൽ നിന്നാണ് പറയാറുണ്ട് അല്ലെ. ഇപ്പൊ സ്കാൽപ്പ് എന്ന് പറയുന്നത് തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മത്തിന്റെ ഭാഗമാണ്. ഇനി തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി പേടകം അറിയപ്പെടുന്ന പേരെന്താണ്? തലയോട് എന്ന് പറയും. അതിനെ പറയുന്ന വേറൊരു പേരാണ് കപാലം. കപാലം, ക്രേനിയം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ കപാലത്തെ കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. ക്രേനിയോളജി. ഇനി തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ മെനിഞ്ചസ് 2 ലെയർ അല്ല, 3 ലെയർ ആണ് കേട്ടോ. 3 ലെയർ ഉള്ള ആവരണമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിന്റെ ഉള്ളില് നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇതിനെ ഷോർട്ട് ആയിട്ട് നമ്മള് CNF എന്ന് പറയാറുണ്ട് കേട്ടോ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നുകൂടി ഇതിന് പേരുണ്ട്. ഓക്കെ, CNF എന്നുകൂടി അതിനെ പേര് ഷോർട്ട് ആയിട്ട് എഴുതാറുണ്ട്. അപ്പൊ എന്താണ് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ? നമ്മുടെ തലച്ചോറിലുള്ള കലകൾക്ക് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടിഷ്യൂസിനൊക്കെ പോഷകങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്ത് തരേണ്ടത്? ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുക. മസ്തിഷ്കത്തിനുള്ളിലുള്ള പ്രഷർ, മർദ്ദം ക്രമീകരിക്കുക. നമ്മുടെ മസ്തിഷ്കത്തിന് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും വീഴുകയാണെങ്കിൽ പോലും മസ്തിഷ്കത്തിന് ക്ഷതങ്ങൾ ഏൽക്കാതെ സംരക്ഷിക്കുക. ഈ 3 കാര്യങ്ങളാണ്, 3 ആണോ 4 ആണോ? 4 കാര്യങ്ങളാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ, സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന്റെ ഫങ്ഷൻസ് ആയിട്ട് വരണേ. ഏതൊക്കെയാണ്? 1, പോഷകം പ്രൊവൈഡ് ചെയ്യുക. 2, ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുക. 3, മസ്തിഷ്കത്തിനുള്ളിലുള്ള മർദ്ദം
അപ്പൊ ഇത്രയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഏതൊക്കെയാണ് മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങൾ? ഇത് നമ്മുടെ SCERT ടെക്സ്റ്റിൽ നിന്നുള്ള പോർഷൻ ആണ്. നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. ഈ കാണുന്ന ചുളിവുകളോട് കൂടിയ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രം. ഓക്കെ, അപ്പൊ അതിന്റെ ഫങ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും ഉള്ള ഭാഗമാണിത്. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തിനെ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു. വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്ന് വിളിക്കുന്നു. ഈ ചാരനിറവും വെളുത്ത നിറവും എങ്ങനെ ഉണ്ടാവണേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്ന രണ്ട് പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. എന്താണ് ഗ്രേ മാറ്റർ, എന്താണ് വൈറ്റ് മാറ്റർ? അല്ലെങ്കിൽ അറിയാവുന്നവർക്ക് മൈക്ക് ടേൺ ഓൺ ചെയ്ത് സംസാരിക്കാം. എന്തായിരുന്നു വൈറ്റ് മാറ്റർ, എന്തായിരുന്നു ഗ്രേ മാറ്റർ? ഓർമ്മയുണ്ടാവും. മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന, കറക്റ്റ് ആണ് അനീഷ പറഞ്ഞത്, മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന ന്യൂറോണുകൾ കൂടുതലുള്ള ഭാഗം വൈറ്റ് നിറത്തിലായിരിക്കും കാണാം. സോ നമ്മൾ ആ പോർഷനെ വൈറ്റ് മാറ്റർ അല്ലെങ്കിൽ വെളുത്ത നിറമുള്ള ഭാഗം എന്ന് പറയും. മൈലിൻ ഷീത്ത് കാണപ്പെടാത്ത ന്യൂറോൺസ് കൂടുതലുള്ള ഭാഗം ചാരനിറത്തിലായിരിക്കും കാണാം. ഓക്കെ, അപ്പൊ സെറിബ്രത്തിലും ചാരനിറത്തിലുള്ള പുറം ഭാഗമുണ്ട്, അതിനെ കോർട്ടെക്സ് എന്ന് വിളിക്കും. വെളുത്ത നിറത്തിലുള്ള ഉൾഭാഗമുണ്ട്, അതിനെ മെഡുല്ല എന്ന് വിളിക്കും. അപ്പൊ ഈ സെറിബ്രത്തിന്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന. ഈ 4 കാര്യങ്ങളുടെ കേന്ദ്രമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന. ഇനി നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങളെല്ലാം ഉളവാക്കുന്നത് എവിടെ നിന്നാണ്? സെറിബ്രത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ കണ്ണിന്റെ കാഴ്ച, ചെവിയുടെ കേൾവി ശക്തി, നമ്മൾ തൊട്ട് കഴിയുമ്പോൾ നമ്മൾ അത് തൊട്ടു എന്നുള്ള ഫീല് വരുന്നത്, മൂക്കിൽ കൂടെ സ്മെല്ല് അറിയുന്നത്, ടേസ്റ്റ് അറിയുന്നത്, ഇതൊക്കെ സെറിബ്രത്തിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനി ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. വോളണ്ടറി മൂവ്മെന്റ്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. ഐച്ഛിക ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ്സ്. ഇപ്പൊ കൈ ഇങ്ങനെ മടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, കൈ മടക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഒന്ന് തൊടണമെന്ന് നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ തൊടുന്നു. ഇതല്ലാതെ ഇങ്ങനെയുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രമാണ് ഐച്ഛിക ചലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതാണ്, അത് നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മള് അത് പിടിച്ചു നിർത്തണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് അത് പിടിച്ചു നിർത്താൻ പറ്റില്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ അനൈച്ഛിക ചലനങ്ങൾ എന്നാണ് പറയാം. അപ്പോൾ ഐച്ഛിക ചലനങ്ങൾ വോളണ്ടറി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം കൺട്രോൾ ചെയ്യുന്ന സെക്ഷനാണ് ബ്രെയിനിന്റെ സെറിബ്രം എന്ന് പറയുന്നത്. അപ്പൊ ബ്രെയിനിന്റെ ഏറ്റവും വലിയ പാർട്ട് ഏതാണ്? ഈ കാണുന്ന ചുളിവുകളോട് കൂടിയ സെറിബ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെറിബ്രം കഴിഞ്ഞ അടുത്തത് നമുക്ക് അറിയേണ്ടത് ആരെ കുറിച്ചാണ്? സെറിബ്രത്തിന്റെ താഴെ കാണപ്പെടുന്ന ഈ പോർഷൻ, ഇതിനെ പറയുന്ന പേരാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ഇത് സെറിബ്രത്തിന് തൊട്ട് ബാക്കിലായിട്ട്, പിന്നിലായിട്ട് 2 ദളങ്ങളായിട്ടാണ് കാണുന്നത്. ഇതിന്റെ ഉള്ളില് ചുളിവുകളും ചാലുകളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ സെറിബെല്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേശി ചലനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനത നിലനിർത്തുക എന്നുള്ളതാണ് സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ. നമ്മൾ ചെവി പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയർ ബാലൻസിങ്. അത് തരുന്നത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സെറിബ്രാണോ സെറിബെല്ലാണോ? ഇയർ ബാലൻസിങ് ചാറ്റ് ബോക്സിൽ മെസ്സേജ്. സെറിബെല്ലായിരുന്നു. ബാലൻസ്, ബോഡിയുടെ ബാലൻസ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലാണ്. ഈ മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും നേരെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാറുണ്ട്, ഇങ്ങനെ വളഞ്ഞു പോകുന്നു. അതിന്റെ കാരണവും മദ്യം അഫക്ട് ചെയ്യുന്നത് സെറിബെല്ലത്തെ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കത് നമ്മുടെ ബാക്കി പോർഷനിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കത് ഒന്നുകൂടി പറയാം കേട്ടോ. ഇനി ഇവിടെ താഴെ കാണുന്ന ഈ നീളത്തിലുള്ള സ്ട്രക്ചറാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തിനോട് ചേർന്ന് ദണ്ഡാകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. നമ്മുടെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എവിടെയാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയിലാണ്.
അതുകൊണ്ടാണ് ഈ തലയടിച്ച് ഇങ്ങനെ മറിഞ്ഞു വീഴുമ്പോഴൊക്കെ ആളുകൾ മരിച്ചു പോകാൻ കാരണം. അപ്പൊ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളായിട്ടുള്ള ഹൃദയസ്പന്ദനം, ശ്വാസം എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. ഓക്കെ, ഇനി നമുക്ക് തലാമസ് എന്താന്ന് നോക്കാം. ഓക്കെ, തലാമസ് എന്നുള്ളത് ദേ ഈ കാണുന്ന പോർഷൻ ആണ് തലാമസ് കേട്ടോ. തലാമസ് എവിടെയായിട്ട് സ്ഥിതി ചെയ്യണേ നോക്കാം. ആദ്യം സെറിബ്രത്തിന് താഴെയായിട്ടാണ് കാണുക. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് ഇത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതും ബ്രെയിനിൽ നിന്ന് ഔട്ട്പുട്ട് കൊടുക്കുന്നതും കൺട്രോൾ ചെയ്യുന്നത് ആരുടെ ഫംഗ്ഷൻ ആണ്? തലാമസിന്റെ ഫംഗ്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഉറങ്ങുകയാണെന്ന് വിചാരിക്കാം. ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബ്രെയിനിലേക്ക് പോകുന്ന ഇമ്പൾസസിനെ മൊത്തം തലാമസ് കൺട്രോൾ ചെയ്യും. അപ്പൊ നമ്മുടെ ബ്രെയിനിന് ഒരു റെസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ സ്വപ്നം കാണുമ്പോൾ ആ ഇമ്പൾസസ് മൊത്തം വരുന്നത് എവിടെ നിന്നാണ്? തലാമസിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സെറിബ്രത്തിൽ നിന്നും പുറത്തേക്കുമുള്ള ആവേഗങ്ങളുടെ പ്രസരണ കേന്ദ്രമാണ് ഏത്? തലാമസ് എന്ന് പറയുന്നത്. ഇനി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ നോക്കി സെറിബ്രത്തിലേക്ക് അയക്കുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷൻ ആണ്? തലാമസിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു ട്രാഫിക് പോലീസിന്റെ ഫംഗ്ഷൻ ആണ് തലാമസ് എടുക്കുന്നത്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വരണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? തലാമസ് ആണ്. ഇനി തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ഇതാണ് തലാമസ്. തലാമസിന് താഴെയായിട്ട് കാണുന്ന ഈ ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസിന്റെ ഫംഗ്ഷൻ ആന്തര സമസ്ഥിതി പരിപാലനമാണ്. എന്ന് പറഞ്ഞാൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മുടെ ശരീരത്തിലെ ഓരോ ഫംഗ്ഷനും ഒരു ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് നടന്നാലാണ് നമ്മുടെ ബോഡി ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആന്തര സമസ്ഥിതി പാലനത്തിനാണ് ഹൈപ്പോതലാമസ് ഹെൽപ്പ് ചെയ്യുന്നത്. മെറ്റബോളിസം റേറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോണേ കേട്ടോ. അപ്പൊ ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? സെറിബ്രം ആണ്. ബുദ്ധി, ചിന്ത, ഭാവന, വിവേകം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബ്രം ആണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? അത് സെറിബ്രം ആണ്. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം നമ്മൾ അതിനെ ഗ്രേ കളറിൽ കാണുന്നു എന്ന് പറഞ്ഞു അല്ലെ, അതിന് പറയുന്ന പേരാണ് കോർട്ടെക്സ്. സെറിബ്രത്തിന്റെ ഉൾഭാഗം അത് വെളുത്ത നിറത്തിലാണ് കാണുന്നതെന്ന് പറഞ്ഞു, അതിനെ പറയുന്ന പേരാണ് മെഡുല്ല. ഇനി അതിൽ പറയാതിരുന്ന ഒരു കാര്യം ഇവിടെ വരും. സെറിബ്രം 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. 2 അർദ്ധഗോളങ്ങളായിട്ടാണ് കാണുക. അത് ഇടത് അർദ്ധഗോളമുണ്ട്, വലത് അർദ്ധഗോളമുണ്ട്. ഈ 2 അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. ആ പേര് പഠിച്ചിരിക്കുന്നത് കേട്ടോ. സെറിബ്രം നമ്മളിപ്പോ ഭൂമിനെ 2 ഹെമിസ്ഫിയർ ആയിട്ട് അർദ്ധഗോളങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കാണാറില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ സെറിബ്രം 2 ഹെമിസ്ഫിയർ ആയിട്ടാണ് കാണാം, ഇടതുഭാഗവും വലതുഭാഗവും. ഈ 2 ഭാഗങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെറിബ്രത്തിന്റെ ഫങ്ഷൻസ് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇടത് ഭാഗത്തെ സെറിബ്രത്തിന്റെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമായിരിക്കും? നമ്മുടെ ശരീരത്തിന്റെ വലത് ഭാഗത്തുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ സെറിബ്രത്തിന്റെ വലത് ഭാഗത്തുള്ള അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ ഇടത് ഭാഗത്തുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മുടെ കൈ മൂവ് ചെയ്യണം എന്ന് വിചാരിക്കാം. റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യണമെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ലെഫ്റ്റ് സൈഡിലെ സെറിബ്രത്തിന്റെ അർദ്ധഗോളമായിരിക്കും. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അതിന്റെ കൺട്രോൾ വരുന്നത്. ഓക്കെ, ഇനി തലയ്ക്ക് ക്ഷതമേറ്റ് ഒരാളുടെ സംസാരശേഷി തകരാറിലായാൽ അതിന് കാരണം എന്തായിരിക്കും? തലയ്ക്ക് ക്ഷതമേറ്റ ആളുടെ സംസാരശേഷി തകരാറിലാവാൻ കാരണം എന്തായിരിക്കും? സെറിബ്രത്തിന് അഫക്ഷൻ വന്നതുകൊണ്ടാണ്. എന്തെങ്കിലും കേടുപാടുകൾ സെറിബ്രത്തിന് വരുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുക. ഇപ്പോഴും സംസാരശേഷിയുമായി ബന്ധപ്പെട്ട് സെറിബ്രത്തിലെ ഭാഗം ഏതാന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ പേരാണ് ബ്രോക്കസ് ഏരിയ. സംസാരം ബ്രോക്കസ് ഏരിയ. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ മറ്റൊരു പേര് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പരിചയമുള്ള ഏതെങ്കിലും വസ്തുക്കളുടെ പേര് കേൾക്കാന്ന് വിചാരിക്കും. ഇപ്പൊ ഗാന്ധിജി, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഗാന്ധിജിയുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയും.
അതിന് കാരണം സെറിബ്രത്തിലെ വെർണിക്സ് ഏരിയ എന്ന് പറഞ്ഞ ഏരിയ ആണ്. അപ്പൊ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട ഏരിയ ഏതാണ്? ബ്രോക്കസ് ഏരിയ ആണ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് എഴുതുമ്പോൾ അതിന് ചിത്രം മനസ്സിൽ തെളിയാനുള്ള കാരണം അതിനുള്ള ഏരിയ ഏതാണ്? വെർണിക്സ് ഏരിയ ആണ്. നമ്മൾ വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറയും അല്ലെ. അപ്പൊ സംസാരം വെർണാക്കുലർ രണ്ടും കൂടി തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിച്ച് പോകരുത്. പേര് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പൊ സെറിബ്രത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ് ഈ ലാസ്റ്റ് 2 നമ്പർ. ഈ അടുത്ത സെക്ഷനിലേക്ക് കിടക്കാണ്. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതായിരുന്നു? സെറിബെല്ലം ആയിരുന്നു. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ് സെറിബെല്ലം കാണപ്പെടുക. സെറിബെല്ലത്തിനെ വിശേഷിപ്പിക്കുന്ന പേര് നോക്കിയേ, ലിറ്റിൽ ബ്രെയിൻ എന്നാണ് സെറിബെല്ലത്തിനെ വിശേഷിപ്പിക്കുന്നത്. ലിറ്റിൽ ബ്രെയിൻ, ബ്രെയിനിന്റെ ജൂനിയർ പാർട്ട്. ഓക്കെ, ലിറ്റിൽ ബ്രെയിൻ. ഇനി ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം ആണ്. അതുപോലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം ആണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം ആണ്. മദ്യം ബാധിക്കുന്നത് ഏത് തലച്ചോറിന്റെ ഭാഗത്തിനെയാണ്? സെറിബെല്ലത്തിനെയാണ്. ഇനി മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറയുന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം വളരെയധികം കൂടും. അപ്പൊ അത് കാരണമാണ് സെറിബെല്ലത്തിന്റെ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കാതെ വരികയും ബോഡി ബാലൻസ്ഡ് അല്ലാണ്ട് മൂവ് ചെയ്യുകയും ചെയ്യുന്നത്. ആ പേരൊന്ന് പഠിച്ചിരിക്കുന്നു കേട്ടോ. ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്, ഗാബ എന്ന് പറയുന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനത്തിന് ത്വരിതപ്പെടുത്തുന്നത് കൊണ്ടാണ് മദ്യം തലച്ചോറിന്റെ സെറിബെല്ലത്തിനെ അഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതല്ലാതെ വേറെ നാഡീയ പ്രേഷകങ്ങൾ 2 പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നാഡീയ പ്രേഷകങ്ങൾക്ക് 2 എക്സാമ്പിള്. ഓർമ്മയില്ലേ? ആരൊന്നും പറയണില്ല. നമ്മൾ പഠിച്ച നാഡീയ പ്രേഷകങ്ങൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും. പേര് മറന്നുപോയിട്ടാണോ അതോ? ഡോപ്പമിൻ ഒരെണ്ണം കിട്ടി. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതിന്റെ പേര് അസറ്റൈൽ കൊളീൻ എന്നായിരുന്നു നമ്മൾ പഠിച്ച ആദ്യത്തെ പേര്. രണ്ടാമത്തെ പേരായിരുന്നു ഡോപ്പമിൻ. ഓക്കെ, വായിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറക്കാണ്ട് നോക്കിക്കോളൂ കേട്ടാ. ഇനി ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തിനോട് ചേർന്ന് ദണ്ഡാകൃതിയിലാണ് മസ്തിഷ്കം കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഇത് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം, ഇത്രയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. അതുകൊണ്ടാണ് ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റയിൽ ഏൽക്കുന്ന ക്ഷതം മരണത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നത്. ഇപ്പോ തലയിടിച്ചൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടേഴ്സ് ആദ്യം ചോദിക്കുക, തലയിടിച്ച് വീണതിന് അത് കഴിഞ്ഞിട്ട് ഛർദിച്ചായിരുന്നോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ചായിരുന്നോ എന്ന് ചോദിക്കും. അതങ്ങനെ ചോദിക്കാൻ കാരണം മെഡുല്ല ഒബ്ലാങ്കേറ്റയിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ശരീരം പ്രതികരിക്കുക ഛർദിയായിട്ടോ ചുമയായിട്ടോ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകാനായിട്ട് ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റയിൽ ഏൽക്കുന്ന ക്ഷതങ്ങൾ കാരണമാണ്. ഇനി സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ പെയിൻ കില്ലേഴ്സ് കഴിക്കാറുണ്ട്. ഈ പെയിൻ കില്ലേഴ്സ് എഫക്ട് ചെയ്യുന്നത് തലാമസിലാണ്. പെയിൻ കില്ലേഴ്സ് എഫക്ട് ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമാണ് തലാമസ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവയവങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്.
ഇനി നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് ആര് തന്നെയാണ്? തലാമസ് ആണ്. അപ്പോഴാണ് നമ്മുടെ ബോഡിക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ടൈം കിട്ടുള്ളൂ. ഇനി ഇത് ആവേഗങ്ങളുടെ ഒരു പുനഃപ്രസരണ കേന്ദ്രമായിട്ട് നമുക്ക് പറയാം. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പുനഃപ്രസരണം ചെയ്യുന്ന സ്ഥലമാണ് തലാമസ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? റിലേ സ്റ്റേഷൻ കൺട്രോൾ ചെയ്യുന്ന സ്ഥലം ഏതാണ്? തലാമസ് ആണ്. അപ്പൊ ആ വാക്കൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടാ. ഇനി ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ആന്തര സമസ്ഥിതിയുമായി ബന്ധപ്പെട്ടത് ഹൈപ്പോതലാമസ് ആണ്. ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ്? ഹൈപ്പോതലാമസ് ആണ്. ഊഷ്മാവ് നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അതും ഹൈപ്പോതലാമസ് ആണ്. ശരീരത്തിന്റെ ടെമ്പറേച്ചർ, ശരീരത്തിലുള്ള ജലത്തിന്റെ അളവ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവ ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. അപ്പൊ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു, ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു, വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഇനി രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഇപ്പൊ നമ്മള് നോർമൽ ഒരു മനുഷ്യന്റെ ശരീരത്തില് ഇത്ര പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകും, ഇത്ര RBC ഉണ്ടാവും, ഇത്ര WBC ഉണ്ടാവും എന്നൊക്കെ ഒരു കൗണ്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ? ഇപ്പൊ WBCയിൽ തന്നെ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിൽ തന്നെ പല പല ഘടകങ്ങളുണ്ട്. ലിംഫോസൈറ്റുകൾ ഉണ്ട്, മാക്രോഫേജസ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ടല്ലോ. ഇത് ഓരോന്നിന്റെയും എണ്ണം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ആരോ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് ഞാനൊന്ന് ബ്രേക്ക് ചെയ്ത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഭാഗത്തെ കുറിച്ചാണ്. ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ നട്ടെല്ലിന്റെ ഉള്ളിലൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഭാഗമാണ് സ്പൈനൽ കോഡ്, സുഷുമ്ന നാഡി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സുഷുമ്നയിൽ നിന്ന് 31 ജോഡി നാഡികളാണ്. നാഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലെ? ഒന്നിൽ കൂടുതൽ ന്യൂറോണുകൾ ചേർന്ന് കാണപ്പെടുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ നാഡി എന്ന് പറയുന്നത്. അങ്ങനെ സുഷുമ്നയിൽ നിന്ന് 31 ജോഡി നാഡികൾ പുറത്തു വരുന്നുണ്ട്. ഈ നാഡികൾ ചേർന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന 2 വാക്കുകൾ. അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നാഡികൾ, ശിരോനാഡികൾ, സുഷുമ്ന നാഡികൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ കാണുന്ന സുഷുമ്നയുടെ നീളം എന്ന് പറയുന്നത് 45 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഈ സുഷുമ്ന നാഡിയുടെ ഛേദത്തിന്റെ ഒരു പടം ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇങ്ങനെ ബ്രെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ വേർട്ടിബ്രയുടെ ഇടയിലൂടെ, നട്ടെല്ലിന്റെ ഇടയിൽ കൂടെ കാണപ്പെടുന്ന ഈ ഒരു ചെറിയൊരു 45 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അധികം നീളമില്ലല്ലോ, ഇത്രയും നീളത്തിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് സുഷുമ്ന നാഡി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ സെന്ററിൽ ഒരു ഹോള് പോകുന്നുണ്ട്. ഇതിനെ നമ്മൾ സെൻട്രൽ കനാൽ എന്നാണ് പറയുന്നത്. ഈ സെൻട്രൽ കനാലിനകത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ ഒരു ഏരിയയിലെ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക, ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈ സെൻട്രൽ കനാലിൽ ഫിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്രേ മാറ്റർ ഉണ്ട്, വൈറ്റ് മാറ്റർ ഉണ്ട്. ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈലിൻ ഷീത്ത് കവർ ചെയ്യാത്ത ന്യൂറോണുകൾ അടങ്ങിയ ഭാഗമാണ് ഗ്രേ മാറ്റർ. വൈറ്റ് മാറ്റർ എന്തായിരിക്കും? വൈറ്റ് മാറ്റർ എന്തായിരിക്കും? മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് വൈറ്റ് മാറ്റർ. ഇനി ഇവിടെ ഒരു സാധനം കാണാം നിങ്ങൾക്ക്, ഡോർസൽ റൂട്ട്, ഇത് വെൻട്രൽ റൂട്ട്. ഇനി സുഷുമ്ന നാഡിയിലേക്ക് ആവേഗങ്ങൾ വരുന്ന വഴിയാണ് ഡോർസൽ റൂട്ട്, പുറത്തേക്ക് പോകുന്ന വഴിയാണ് വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. നടത്തം, ഓട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ കാലിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മൂവ് ചെയ്ത് വരാണല്ലോ. ഇങ്ങനെയുള്ള ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് ആരുടെ ഫംഗ്ഷനാണ്? സുഷുമ്ന നാഡിയുടെ ഫംഗ്ഷനാണ്. സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ഏതാണ്?
സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗത്തെ മസ്തിഷ്കത്തിലേക്ക് സംവഹനം ചെയ്യുന്നത് സുഷുമ്ന നാഡിയിലൂടെയാണ്. സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ്. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ്. അപ്പൊ എന്താണ് സംവേഗ ആവേഗങ്ങൾ, പ്രേരക ആവേഗങ്ങൾ എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഇപ്പൊ ആ പേരൊന്ന് വായിച്ചു പോകാം. ഇനി റിഫ്ലെക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്നയാണ്. എന്താണ് റിഫ്ലെക്സ് പ്രവർത്തനം? ഇപ്പൊ നമ്മളെ കൈ ഒരു തീയിൽ കൊണ്ടു, നമ്മൾ കൈ പെട്ടെന്ന് പിൻവലിക്കൂലോ. ഇങ്ങനെ വളരെ ആകസ്മികമായിട്ട് നടക്കുന്ന ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരം കാണിക്കുന്ന പ്രതികരണങ്ങളെയാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ കാലൊരു മുള്ളുമ കൊണ്ടു, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കാല് പിന്നിക്ക് വലിക്കും. അതൊരു റിഫ്ലെക്സ് ആക്ഷൻ ആണ്. ഓക്കെ. ഇനി ഇതുപോലെയുള്ള റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രവർത്തന പാതേനെ പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക്. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പാത്ത് വേ കാണിച്ചു തരാം. ഇത് നമ്മള് 10th ടെക്സ്റ്റില് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. നോക്കിയേ, ഇത് ഉദ്ദീപനമാണ്. ഇവിടുത്തെ തീ എന്ന് പറയുന്നത് അത് നമ്മുടെ കയ്യിലുള്ള ഗ്രാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ശരീരഭാഗത്തിനെയാണ് നമ്മൾ ഗ്രാഹി എന്ന് പറയുന്നത്. ഈ ഗ്രാഹി ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. കൈ ഇവിടെ കൊണ്ടു എന്നുള്ള ആവേഗം എവിടേക്ക് പോവാണ്? സുഷുമ്നയിലേക്ക് എത്തിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് പോവാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു പേശി പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇത് പോകുന്ന വഴി നോക്കാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സംവേദ നാഡിയിലൂടെയാണ് സുഷുമ്നയിലേക്ക് ഈ ഇൻഫർമേഷനെ കൊണ്ടുപോകുന്നത്. സംവേദ നാഡിയിലൂടെ സുഷുമ്നയിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, അവിടെ ഇന്റർ ന്യൂറോൺ ഉണ്ട്. സംവേദ നാഡിയെയും പ്രേരക നാഡിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇന്റർ ന്യൂറോൺ. അപ്പോ ഇവിടെ നമ്മുടെ സുഷുമ്ന നാഡി എന്ത് ചെയ്യും? എന്ത് റെസ്പോൺസ് ആണ് ഇവിടെ കാണിക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ എവിടേക്ക് കൊടുക്കും? പ്രേരക നാഡിയിലേക്ക് കൊടുക്കും. പ്രേരക നാഡിയുടെ പ്രവർത്തന ഫലമായിട്ട് ഇവിടുത്തെ മസിൽ ആക്ട് ചെയ്യും, കൈ എന്ത് ചെയ്യും? പിന്നിക്ക് വലിയും. കണ്ടോ? ഈ ഒരു പ്രവർത്തന പാതേനെ പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഒന്നുകൂടി പറയണേ. നമ്മുടെ കൈ ആകസ്മികമായിട്ട് എവിടെയെങ്കിലും തീ പോലെയുള്ള സാധനങ്ങളൊക്കെ വന്ന് കൊള്ളുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഗ്രാഹികള് ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതൊരു ഇലക്ട്രിക് സിഗ്നൽ ആണ്. ആ സിഗ്നല് സംവേദ നാഡിയിലൂടെ എവിടേക്ക് ചെല്ലും? സുഷുമ്നയിലേക്ക് എത്താണ്. സുഷുമ്നയിൽ വെച്ച് ഇന്റർ ന്യൂറോൺ എന്ത് ചെയ്യും? സംവേദ നാഡിയെയും പ്രേരക നാഡിയെയും തമ്മിൽ കണക്ട് ചെയ്യും. അപ്പോ ഇവിടെ സുഷുമ്നയുടെ തീരുമാനം എന്താണെന്ന് സുഷുമ്ന തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നത് ഏതിലൂടെയാണ്? പ്രേരക നാഡിയിലൂടെയാണ്. പ്രേരക നാഡി എന്ത് ചെയ്യും? ആ ഇൻഫർമേഷനെ ബന്ധപ്പെട്ട മസിലിലേക്ക് എത്തിക്കും. മസിൽ പ്രവർത്തിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? കൈ പിന്നിലേക്ക് വലിക്കും. ഈ ഒരു പാതേനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ റിഫ്ലെക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാര പാതേനെ പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സുഷുമ്ന മാത്രമല്ല റിഫ്ലെക്സ് കാണിക്കുക, സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലും റിഫ്ലെക്സുകൾ നടക്കാം. ഇങ്ങനെ സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലെക്സിനെ പറയുന്ന പേരാണ് സെറിബ്രൽ റിഫ്ലെക്സുകൾ. ഇപ്പൊ കണ്ണിൽ പെട്ടെന്ന് പ്രകാശം അടിക്കുക, നമ്മൾ കണ്ണിങ്ങനെ ചിമ്മി കാണിക്കൂല, ഇങ്ങനെ അങ്ങനെ ചിമ്മുന്നത് സെറിബ്രൽ റിഫ്ലെക്സിന്റെ ഭാഗമാണ്. ഓക്കെ, ഇപ്പൊ കൈ പിൻവലിക്കുന്നത്, കാലൊക്കെ പെട്ടെന്ന് പിൻവലിക്കുന്നത്, ഇതൊക്കെ സുഷുമ്നയുടെ ഭാഗമായിട്ടുള്ള റിഫ്ലെക്സ് ആണ്. ഇനി ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ഈ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയ്ക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്, സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. ഇത് നിങ്ങൾക്ക് ഒരു ഇമേജ് ആയിട്ട് ഞാൻ തരാം. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. നട്ടലിന്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോണുകളുടെ ശൃംഖലയും അവയോട് ചേർന്നുള്ള നാഡികളും ചേർന്നതാണ് സിമ്പതറ്റിക് വ്യവസ്ഥ. അതേസമയം മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്നതാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. നമുക്ക് ഇതിന്റെ ഇമേജ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. ഓക്കെ, ബ്രെയിനിന്റെ ഈ അടിഭാഗത്ത് നിന്നും അതുപോലെ സുഷുമ്നയുടെ ഏറ്റവും അടിഭാഗത്ത് നിന്നും ഈ രണ്ട് ഭാഗം കൂടി ചേർന്നതാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. അതേസമയം സുഷുമ്നയിൽ കാണപ്പെടുന്ന ഗാംഗ്ലിയോണുകളിൽ നിന്ന് വരുന്നതാണ് സിമ്പതറ്റിക് വ്യവസ്ഥ. ഇത് രണ്ടിന്റെയും ഫംഗ്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്.
ഇപ്പൊ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും. പെട്ടെന്ന് ഇപ്പൊ നമ്മളൊരു പട്ടി ഓടിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കൂലോ. അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഇങ്ങനെ ഭയങ്കര സഡൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് സിമ്പതറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സഡൻ സിറ്റുവേഷൻ വരാണെങ്കിൽ നമ്മുടെ കണ്ണിലെ പ്യൂപ്പിള് വികസിക്കും, ഉമിനീർ ഉൽപാദനം കുറയും, ശ്വാസനാളം വികസിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ഓക്സിജൻ ഇങ്ങനെ ശ്വസിക്കാൻ തുടങ്ങും, ഹൃദയമിടിപ്പ് കൂടും, ആമാശയ പ്രവർത്തനങ്ങൾ സ്ലോ ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എനർജി കൂടുതൽ വേണം ആ സമയത്ത്. അപ്പൊ നമ്മൾ ഗ്ലൈക്കോജനെ പെട്ടെന്ന് ഗ്ലൂക്കോസ് ആക്കി മാറ്റി കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോ ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതോടൊപ്പം കുടലിലുള്ള പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കും, ഹോർമോൺ ഉൽപാദനങ്ങൾ കൂടും. നമുക്ക് എമർജൻസി ഹോർമോണുകളായിട്ടുള്ള ഹോർമോണുകളുടെ ഉൽപാദനം കൂടും. മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കും. ഈ പെട്ടെന്ന് പേടിക്കുമ്പോ യൂറിനേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലേ? അത് എന്തുകൊണ്ടായിരിക്കും? മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് യൂറിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ സിമ്പത്തറ്റിക് സിസ്റ്റം എന്താണോ ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പരിപാടിയാണ് ആര് ചെയ്യുക? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ ചെയ്യുക. അപ്പൊ നമ്മൾ പട്ടീനെ കണ്ട് നമ്മൾ ഓടി ഒരു സ്ഥലത്ത് നിന്ന് ഒന്ന് കാമായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ചേഞ്ചസ് എല്ലാം വീണ്ടും പഴയ പോലെ ആവണല്ലോ. കണ്ണില് കൃഷ്ണമണി ചുരുങ്ങും, ഉമിനീർ ഉൽപാദനം പഴയ പോലെയാകും, കുറച്ചുകൂടി കൂടും, ശ്വാസനാളം സങ്കോചിക്കും, ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകും, അതുപോലെ ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാവും, ഗ്ലൂക്കോസിന് തിരിച്ച് നമ്മൾ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും, കുടലിലുള്ള പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്സ് ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, ഹോർമോൺ ഉൽപാദനങ്ങൾ നോർമലാകും, മൂത്രാശയം പഴയ സ്ഥിതിയിലേക്ക് വരും. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ചെയ്ത ചേഞ്ചസിനെ എല്ലാം തിരിച്ച് നോർമൽ ആക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ ഫംഗ്ഷൻ. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ നോക്കി സുഷുമ്നയുടെ അവസാനത്തെ ഗാംഗ്ലിയോണിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ അടിഭാഗത്ത് നിന്നുമാണ് ഈ ഒരു ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അത് ഏതൊക്കെ ചേഞ്ചസ് എവിടെയൊക്കെയാണെന്ന് ഇവിടെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ബ്രെയിനിൽ നിന്നുള്ള ഗാംഗ്ലിയോൺ ആണ്. അതേസമയം കുടലിലെ പെരിസ്റ്റാൾസിസ് അതുപോലെ മൂത്രാശയം ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഗാംഗ്ലിയോൺ ആണ്, സുഷുമ്നയിലെ ഗാംഗ്ലിയോൺ ആണ്. കണ്ടോ? അപ്പൊ ഇതാണ് സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് രണ്ട് സിസ്റ്റങ്ങൾ കേട്ടോ. ഇത് കൂടാണ്ട് നമുക്ക് പഠിക്കാനുള്ളത് നാഡീ വൈകല്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് അസുഖങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ബ്രെയിനില് തുടർച്ചയായിട്ടും അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള വൈദ്യുതി പ്രവാഹങ്ങൾ, നമ്മുടെ ആവേഗങ്ങളെല്ലാം ഇലക്ട്രിക് സിഗ്നൽ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ക്രമരഹിതമായ ആവേഗ പ്രവാഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം വല്ലാണ്ട് ഷിവർ ചെയ്യും, ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും, വായിൽ നിന്ന് ഒരേം പതിയൊക്കെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി എന്ന് പറയുന്നത്. നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു പേരാണ് സ്മൃതിനാശരോഗം, അതായത് മറവി രോഗം എന്ന് മലയാളത്തിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയാം. ആ അസുഖമാണ് അൾഷിമേഴ്സ്. അൾഷിമേഴ്സ് എന്ന രോഗത്തിന്റെ കാരണം നമ്മുടെ ശരീരത്തിൽ അലുമിനിയത്തിന്റെ സാന്നിധ്യം കൂടുതലാവുമ്പോഴാണ് ഈ ഒരു അസുഖം സാധാരണഗതിയിൽ ഡെവലപ്പ് ചെയ്തു വരാം. ഇതുകൂടാണ്ട് മസ്തിഷ്കത്തിന് മുകളില് നാഡീകലകളിലൊക്കെ ഡിസോൾവ് ചെയ്ത് പോകാത്ത പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നത് വഴിയാണ് അൾഷിമേഴ്സ് ഉണ്ടാവുന്നത്. നമ്മുടെ മസ്തിഷ്കത്തിലുള്ള നാഡീകലകളില് ഡിസോൾവ് ചെയ്ത് പോകാത്ത പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നത് വഴിയാണ് അൾഷിമേഴ്സ് ഉണ്ടാവുന്നത്. ഇനി തലച്ചോറില് ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. ഇത് നമ്മുടെ തലച്ചോറിലുള്ള ചില ഗാംഗ്ലിയോണുകൾ നശിക്കുന്നത് വഴിയാണ് ഉണ്ടാകുക പാർക്കിൻസൺസ് രോഗം കേട്ടോ. ഇത് നമ്മുടെ ബോഡീനെ അൺകൺട്രോൾഡ് ഷിവറിങ്ങിലേക്കാണ് നയിക്കുക. എന്ന് പറഞ്ഞ ശരീരത്തിന്റെ ഒരു ഭാഗം വിറച്ചുകൊണ്ടിരിക്കുക, മുഖം കോടിപ്പോവുക, ഇങ്ങനെയുള്ള ഷേക്കിംഗ് പാൾസി എന്നൊക്കെ നമ്മൾ പാർക്കിൻസൺസ് ഡിസീസിനെ പറയാറുണ്ട്. ശരീരത്തിന്റെ മൂവ്മെന്റ്സിനെ ഒന്നും ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളില് രക്തം കട്ട പിടിക്കുന്നത് വഴി അതിലൂടെ രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. ബ്രെയിനില് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഇനി മസ്തിഷ്കത്തിലേക്കുള്ള ബ്ലഡ് വെസൽസ് പ്രഷർ കാരണം പൊട്ടിപ്പോകുന്ന
ഒരു പ്രശ്നം ഉണ്ടാവാന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ ബ്രെയിനിൽ പല സ്ഥലത്തും ഇന്റേണൽ ബ്ലീഡിങ്ങുകൾ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥേനെ പറയുന്ന പേരാണ് സെറിബ്രൽ ഹെമറേജ്. ഓക്കെ. ഇനി പക്ഷാഘാതം. പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകുക. നമ്മൾ സ്ട്രോക്ക് വരാന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിന് കാരണമാണ് ഈ സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും. നമ്മുടെ ബ്രെയിനിൽ ഏതെങ്കിലും ബ്ലഡ് വെസലിൽ ക്ലോട്ട് വരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൂടെ ബ്ലഡ് ഫ്ലോ നോർമൽ പ്രഷറിലായിരിക്കില്ല നടക്കുക. കുറച്ചുകൂടി പ്രഷർ കൊടുത്തിട്ടായിരിക്കും നടക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഭയങ്കര പ്രഷർ വരുമ്പോൾ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തുണ്ടാവാം? നമ്മുടെ ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടാകാം. അങ്ങനെ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഹെമറേജ് എന്ന് വിളിച്ചത്, സെറിബ്രൽ ഹെമറേജ് എന്ന് വിളിച്ചത്. ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ശരീരം പാരലൈസ്ഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷാഘാതം വന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ സെറിബ്രത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇങ്ങനെ ഹെമറേജ് ഒക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വലതു ഭാഗം തളർന്നു പോകും. ഇനി നമ്മുടെ സെറിബ്രത്തിന്റെ വലതു ഭാഗത്താണ് ഹെമറേജ് ഉണ്ടായെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ലെഫ്റ്റ് ഭാഗമായിരിക്കും തളർന്നു പോകുന്നത്. ഓക്കെ. അപ്പോ പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ്? സെറിബ്രൽ ത്രോംബോസിസ് ആകാം, സെറിബ്രൽ ഹെമറേജ് ആകാം. ഇനി നമ്മൾ നാഡീ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന മെഷീൻസ് ഏതൊക്കെയാണ്? CT സ്കാനിങ് എടുക്കാറുണ്ട്, MRI സ്കാനിങ് എടുക്കാറുണ്ട്, EEG ഇലക്ട്രോ എൻസെഫാലോഗ്രാം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അതിലെ CT സ്കാൻ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നാണ് CT സ്കാനിന്റെ ഫുൾ ഫോം. ഓക്കെ. അത് കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രൈ ഹൗൺസ്ഫീൽഡ് ആണ്. ഗോഡ്ഫ്രൈ ഹൗൺസ്ഫീൽഡ്. ഓക്കെ. MRI സ്കാൻ എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ് MRI എന്നുള്ളതിന്റെ ഫുൾ ഫോം. അത് കണ്ടുപിടിച്ചത് റെയ്മണ്ട് ഡമാഡിയൻ എന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ. ഇനി EEG ഇലക്ട്രോ എൻസെഫാലോഗ്രാം അത് കണ്ടുപിടിച്ചത് ഹാൻസ് ബർജർ ആണ്. ഇനി ഇതല്ലാണ്ട് പെറ്റ് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി എന്ന് പറയുന്ന ഒരു സ്കാനും കൂടി ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു 3-4 ടൈപ്പ് ഓഫ് സ്കാനിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രെയിനിൽ ഡാമേജസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് നടക്കണേന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ ഇലക്ട്രോ എൻസെഫാലോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലുള്ള ഇലക്ട്രിക് ഇമ്പൾസിന്റെ അതിനെ വേവ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ECGയിൽ ഇങ്ങനെ കേർവ്സ്, ഇങ്ങനെ ഗ്രാഫ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ് ഈ EEGയിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന ഗ്രാഫ്. അപ്പൊ നമ്മുടെ ബ്രെയിൻ വർക്കിംഗ് ആണെങ്കിൽ ഈ EEGയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അപ്സും ഡൗൺസും കാണാൻ പറ്റും. ഓക്കെ. ഇനി നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പോളിയോ മൈലറ്റിസ് എന്ന് പറയുന്നത്. ശരീരത്തിന് മൊത്തമായിട്ടോ ഭാഗികമായിട്ടോ ചലനശേഷി നഷ്ടപ്പെടുകയോ പ്രതികരണശേഷി ഇല്ലാതാകുകയോ ചെയ്യുന്ന അവസ്ഥയാണ് പരാലിസിസ്, തളർവാദം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ. ഇനി നമ്മൾ ഈ അടുത്തായിട്ട് പേപ്പറിലൊക്കെ വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പേവിഷബാധ. ഈ പേവിഷബാധ അഫക്ട് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ്, കേന്ദ്ര നാഡീ വ്യവസ്ഥേനെയാണ്. ഓക്കെ. ഇനി മെനിഞ്ചൈറ്റിസ്, നമ്മള് പനി വന്നിട്ട് ബ്രെയിനിൽ ഇൻഫെക്ഷൻ ആയി എന്ന് പറയാറുണ്ട്. ആ ഒരു അസുഖമാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കള്ളിന്റെ ഉള്ളില് നമുക്ക് 3 ലെയറിലുള്ള പാളികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെനിഞ്ചസ്. ആ മെനിഞ്ചസിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്നത്. ഇതിന് വൈറസ് ആകാൻ കാരണം ബാക്ടീരിയ ആകാം, ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ആകാം, ഫംഗസ് ആകാം. ഈ മെനിഞ്ചൈറ്റിസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിശോധനയാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ പരിശോധന. അപ്പൊ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ അകത്ത് അതിന്റെ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് 2 അസുഖങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ചിലർക്ക് മുഖങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിന് പറയുന്ന പേരാണ് പ്രോസോപഗ്നോസിയ. അതിന്റെ തന്നെ വേറൊരു പേരാണ് പ്രോസോഫിനോസിയ. ഓക്കെ. അത് ഫേസ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ചിലർക്ക് ഫേസ് എന്താണ്, അത് അടുത്ത ആളിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അതിനെ പറയുന്ന പേരാണ് പ്രോസോപാഗ്നോസിയ. ഇനി നമ്മള് കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ഡിസബിലിറ്റിയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അത് അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തലച്ചോറിന്റെ ഒരു തകരാറാണ് ഡിസ്ലെക്സിയ പോലെ തന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളോട് ഉണ്ട്. ഡിസ്പ്രാക്സിയ, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ പറയുന്നത്.
ഈ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് ഇപ്പൊ നമ്മള് ക്യാറ്റ് എന്ന് പറയുന്നു, ക്യാറ്റ് CAT, അതും തൊട്ട് വേറെ അതിനോട് സിമിലർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രണ്ടാമത്തെ തമ്മിൽ എപ്പോഴും തെറ്റും. അങ്ങനെയുള്ള അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ സംബന്ധിക്കുന്ന തലച്ചോറിന്റെ തകരാറാണ്. ഇപ്പൊ നമ്മള് പി എഴുതാറുണ്ട് അല്ലെ, പി. ബി എഴുതുന്നത് എങ്ങനെയാണ്? പി തിരിച്ചിടുന്ന ഫോമിലാണല്ലോ ബി ഇരിക്കുക. അപ്പൊ ഈ പിയും ബിയും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ ബിയും ഡിയും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരുപോലെ ഉള്ള ലെറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഇത് ഏതാണെന്ന് ഇവർക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബ്രെയിനിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്ക് ഇതുവരെയുള്ളതൊന്ന് വായിച്ചു നോക്കാം. ഇതിൽ ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഒരു 5 മിനിറ്റ് സമയം നമുക്കൊന്ന് വായിച്ചു നോക്കാനാണ്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നെങ്കിൽ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മൈക്ക് ടേൺ ഓൺ ചെയ്തോ സംസാരിക്കാം. ഏതെങ്കിലും പോർഷൻ ഒന്നുകൂടി പറഞ്ഞു തരേണ്ടതായിട്ടുണ്ടോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാലോ അല്ലെ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ശ്വസന വ്യവസ്ഥയെ കുറിച്ചാണ്. ഇന്ന് തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ വ്യവസ്ഥ നോക്കി എടുത്തതാണ് ശ്വസന വ്യവസ്ഥ കേട്ടോ. നമുക്കറിയാം നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഏത് അവയവമായിരിക്കും? ശ്വാസകോശം, ലങ്സ് ആയിരിക്കും. ഈ ലങ്സിന്റെ പ്രത്യേകത എന്താ? അതിന് പേശികളില്ല. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. എല്ലുണ്ടോ? എല്ലും ഇല്ല. ഓക്കെ, പേശികളില്ലാത്ത അവയവമാണ്, ശരീരത്തിൽ എല്ല് ഇല്ലാത്ത അവയവമാണ് ശ്വാസകോശം എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ അവയവത്തിനും എല്ലുണ്ടാവണമെന്നല്ല. നമ്മുടെ ബ്രെയിൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ബ്രെയിൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത് ഒരു എല്ലിനകത്താന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോൺ ഉണ്ട്. നമ്മുടെ ലങ്സിനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ തൊറാസിക് കാവിറ്റി, അതിന്റെ കറക്റ്റ് മലയാളം വാക്ക് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. തൊറാസിക് കാവിറ്റി എന്ന് പറയുന്ന ഒരു കാവിറ്റി ഉണ്ട്, അതിന് പുറത്ത് വാരിയല്ലുകൾ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ലങ്സിനെ കവർ ചെയ്തിട്ട് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് എക്സ്റ്റേണലി ഉള്ളൂ. ഓക്കെ, ഈ ശ്വാസകോശത്തിനെ കവർ ചെയ്തിട്ട് ഒരു 2 ലെയർ ഉള്ള ഒരു പാളി കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് പ്ലൂറ. നമ്മൾ ബ്രെയിനിനെ കവർ ചെയ്യുന്ന 3 ലെയർ ഉള്ള പാളി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരെന്തായിരുന്നു? മെനിഞ്ചസ് എന്നായിരുന്നു. മെനിഞ്ചസിന്റെ ലെയേഴ്സിന്റെ ഇടയിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലങ്സിന്റെ കവറിങ് ആയിട്ടുള്ള പ്ലൂറയുടെ 2 ലെയറുകളുടെ ഇടയിലും തൊറാസിക് കാവിറ്റിയുമായിട്ടുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാനും ഒക്കെ ആയിട്ട് അതിൽ നിറയുന്ന ദ്രവമാണ് പ്ലൂറ ദ്രവം എന്ന് പറയുന്നത്. ഇവിടെ ഔരസാശയ ഭിത്തി എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഔരസാശയ ഭിത്തി, ഇത് തൊറാസിക് കാവിറ്റി എന്ന് പറയുന്നതിന്റെ മലയാളം വാക്കാണ് കേട്ടോ. തൊറാസിക് കാവിറ്റി. തൊറാസിക് കാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? നമ്മുടെ ഹാർട്ടൊക്കെ ഇരിക്കുന്ന നമ്മുടെ വാരിയലുകളുടെ ഉള്ളിലുള്ള ആ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് തൊറാസിക് കാവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന 2 പാളികളുള്ള സ്ഥലമാണ് പ്ലൂറ. ശ്വാസകോശവും ഔരസാശയവും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുവാനായിട്ട് നിറച്ചു വെച്ചിരിക്കുന്ന ദ്രവമാണ്, നമ്മൾ നിറച്ചിരിക്കുന്നല്ല, അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ്, അത് പ്ലൂറ ദ്രവമാണ്. ഇനി ശ്വസനവാതകങ്ങൾ നമുക്ക് ആ ഇമേജ് വെച്ചിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് ക്ലിയർ ആവും. ഇത് ഈ വർഷം റിവൈസ് ചെയ്ത നമ്മുടെ 9ാം ക്ലാസ്സിന്റെ SCRT ടെക്സ്റ്റിലുള്ള ചിത്രമാണ്. ഇതിന് മുമ്പത്തേൽ ഒരു പുരുഷന്റെ തലയായിരുന്നു, ഇത്തവണത്തെ ഒരു സ്ത്രീയുടെ തലയായിരുന്നു മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണത്തേലെല്ലാം കൃത്യമായിട്ട് ലേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ കുറച്ച് ലേബിൾസ് അവർ വിട്ടിട്ടുണ്ട്, നമ്മളോട് വായിച്ച് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് മൂക്ക് കാണാം അല്ലെ, നോസ്ട്രിൽസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ എന്തെടുക്കുക? ഓക്സിജൻ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇതിവിടെ കുറച്ച് നേരം ഇങ്ങനെ തങ്ങി നിൽക്കും. നമുക്ക്
എന്തിനു വേണ്ടിയിട്ടാണ്? ശ്വാസം എടുക്കുമ്പോൾ അതിലുള്ള സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ദെൻ ഇത് ഇങ്ങനെ താഴേക്ക് വരുന്നു, നമ്മൾ ലങ്സിന്റെ ഉള്ളിലേക്ക് എത്തുന്നു. ഇതിൽ ഓരോ പാർട്സിന്റെയും പേര് നമുക്ക് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം പഠിക്കാനുള്ളത് നോസ്ട്രൽസ് എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ്. ഓക്കെ, നാസാദ്വാരം എന്നാണ് അതിന്റെ മലയാളം വാക്ക്. ഇപ്പൊ ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന നമ്മുടെ ഈ പുറമെ കാണുന്ന ഈ ഒരു ഗ്യാപ്പിന് പറയുന്ന പേരാണ് നാസാദ്വാരങ്ങൾ. ഇനി നാസാദ്വാരത്തിനെയും ഗ്രസനി എന്ന് പറഞ്ഞ ഫാരിങ്സ് ആണ്. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന പാതയാണ് നാസാഗഹ്വരം. അപ്പോ നാസാദ്വാരം എന്താണ്, നാസാഗഹ്വരം എന്താണെന്ന് കൂടെ നോക്കാം. ഓക്കെ, ഇതാണ് നാസാദ്വാരം, ഇതാണ് നാസാഗഹ്വരം. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ നെയിം കിട്ടിയല്ലോ, നാസാദ്വാരവും നാസാഗഹ്വരവും. ഇനി ഈ നാസാഗഹ്വരത്തിനകത്ത് പൊടിപടലങ്ങളും രോഗാണുക്കളും ഒക്കെ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് അവിടെ ശ്ലേഷ്മ സ്ഥലമുണ്ട്. അതിൽ നിന്ന് ശ്ലേഷ്മ ഉണ്ടാവും, മ്യൂക്കസ് ഉണ്ടാവും. മൂക്കിനകത്ത് മ്യൂക്കസ് ഉണ്ടാവും. ആ മ്യൂക്കസിനകത്ത് പൊടിപടലങ്ങളും രോഗാണുക്കളും ഒക്കെ അവിടെ തടഞ്ഞു നിന്നോളും. ഓക്കെ, പൊടിപടലങ്ങളും രോഗാണുക്കളും അടങ്ങിയ ശ്ലേഷ്മത്തെ ഗ്രസനിയിലേക്ക് നീക്കുന്നത് ആരുടെ ഫംഗ്ഷൻ ആണ്? അവിടെ കാണുന്ന സീലിയയുടെ ഫംഗ്ഷൻ ആണ്. ശ്ലേഷ്മത്തിനകത്ത് രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് ലൈസോസൈം ഉണ്ട്. അതൊരു എൻസൈം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലൈസോസൈം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നോക്കാട്ടോ. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗമാണ് ഗ്രസനി. അപ്പൊ ഇവിടെ ഗ്രസനി ഏതാ നോക്കിയേ, ഇതാണ് ഗ്രസനി. ഇത് ശ്വാസനാളം, ഇത് അന്നനാളം. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ലങ്സിനകത്തേക്ക് പോകാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അതിന് പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ്. അത് ഇംഗ്ലീഷിൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. മലയാളത്തിൽ അതിന്റെ പേരെന്താ നോക്കാട്ടോ, നമുക്കത് പഠിക്കാനുണ്ട്. ക്ലോമപിദാനം എന്നാണ് അതിന്റെ മലയാളം വാക്ക്. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിദാനം. ഓക്കെ, ഇനി ഈ ക്ലോമപിദാനം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോ നമ്മുടെ ലങ്സിലേക്ക് ഈ ഭാഗം കാണുന്നുണ്ടല്ലോ, ട്രക്കിയ എന്ന് പറയുന്ന ഈ ഭാഗം. ഇവിടെ സി ഷേപ്പില് കാർട്ടിലേജുകൾ കൊണ്ട് ശക്തിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സി ഷേപ്പില് കാർട്ടിലേജ് കൊണ്ട് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, തരുണാസ്ഥി എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിട്ടുള്ള നീണ്ട കുഴലാണ് ശ്വാസനാളം എന്ന് പറയുന്നത്. ഇനി രണ്ട് ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനി. ഓക്കെ, അപ്പൊ ട്രക്കിയ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഭാഗങ്ങളായിട്ട് ഇത് ഇവിടെ തിരിയുന്നുണ്ടല്ലോ, ഇതിനെ പറയുന്ന പേരാണ് ശ്വസനിക. ഓക്കെ, അങ്ങനെയല്ലേ പേര് പറഞ്ഞേ, പേര് തിരിച്ചു തോന്നുന്നു അല്ലെ? ശ്വസനി. ഓക്കെ, മലയാളം കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ പഠിക്കാൻ. രണ്ട് ശ്വാസകോശങ്ങളിലേക്ക് പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളെ പറയുന്ന പേരാണ് ശ്വസനി, ബ്രോങ്കസ്. ഇനി ഈ ബ്രോങ്കസിന്റെ എൻഡ് ഇതിനുള്ളിലേക്ക് വേര് പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കാണാം. ഈ തുമ്പുഭാഗത്തെ പറയുന്ന പേരാണ് ശ്വസനിക, ബ്രോങ്കിയോൾ. ഓക്കെ, ശ്വസനി എന്ന് പറയുന്നത് ഈ രണ്ട് ബ്രാഞ്ച് ആണ്. അതിന്റെ തുമ്പ് ഭാഗത്തിന് പറയുന്ന പേരാണ് ശ്വസനിക, ശ്വസനിക. ഓക്കെ, ഇനി ശ്വസനിക അതിന്റെ തുമ്പത്ത് ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകളുണ്ട്. അതിന് പറയുന്ന പേരാണ് വായു അറ, ആൽവിയോളൈ. ഈ വാതക വിനിമയം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ വായു അറയിൽ വെച്ചിട്ടാണ്. ശരിക്കും നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ബലൂൺ നിർമ്മിച്ച് വെച്ചേണ പോലെയാണ് ഇവിടെ ആൽവിയോളൈ എന്ന് പറയുന്ന ഈ ഭാഗം കാണുന്നത്. ഓക്കെ, ഇത് ഭയങ്കര തിന്നായിട്ടുള്ള അറകളാണ്. അതില് വലക്കണ്ണികൾ പോലെ ധാരാളം കാപ്പിലറീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിലേക്ക് എയർ വന്ന് നിറയുമ്പോൾ ഈ ബലൂൺ വീർക്കുന്ന പോലെ ഈ ആൽവിയോളസ് അങ്ങോട്ട് വീർക്കും. അപ്പോ ഓക്സിജൻ നേരെ നമ്മുടെ ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് വഴി ഇതിന്റെ സർഫസ് ഏരിയ കൂടുകയും കുറയുകയും ചെയ്യും. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ലങ്സ് ഇങ്ങനെ വികസിക്കും. അപ്പൊ കൂടുതൽ ഓക്സിജൻ ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഈ വാതക വിനിമയം കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റം ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ശ്വാസകോശത്തിലെ വായു അറകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആൽവിയോള. ഈ വായു അറകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് ഒട്ടിപ്പോവാതിരിക്കണമല്ലോ,
അല്ലെങ്കിൽ എപ്പോഴും എയർ വരാത്ത സ്ഥലമായതുകൊണ്ട് ഇതിന്റെ സ്കിൻ അങ്ങോട്ട് ഒട്ടി പോകാതിരിക്കാനായിട്ട് അതിൽ സൂക്ഷിക്കുന്ന രാസവസ്തുവാണ് ലെസിത്തിൻ എന്ന് പറയുന്നത്. ലെസിത്തിൻ. ഓക്കെ. ഇനി വായു അറകളിൽ കാണപ്പെടുന്ന രോഗാണുക്കളെയും അതുപോലെ തന്നെ പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രത്യേകതരം കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ പേര് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. മാക്രോഫേജ് എന്നാണ് അതിന്റെ പേര്. ഇതിനെ ശ്വാസകോശ പട്ടാളം എന്ന് വിളിക്കാറുണ്ട്. ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് ആരാണ്? മാക്രോഫേജുകളാണ്. ഇനി ശ്വസന പ്രക്രിയയിൽ 2 പ്രവർത്തനങ്ങളുണ്ട്. ഏതൊക്കെയാ? ഉച്ഛ്വാസവും നിശ്വാസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെയിൽ, എക്സെയിൽ. ഓക്കെ. അപ്പോ ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുന്നു, നിശ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസം പുറത്തേക്ക് വിടുന്നു. അപ്പൊ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം. അതിനെ ഇൻഹെയിൽ എന്ന് പറയാം, ഇൻസ്പിരേഷൻ എന്ന് പറയാം. വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണ് നിശ്വാസം. അതിനെ എക്സ്പിരേഷൻ എന്ന് വിളിക്കാറുണ്ട്, എക്സ്ഹെയിൽ എന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് പോവാനും സഹായിക്കുന്ന പേശികളാണ് ഇന്റർകോസ്റ്റൽ പേശികളും അതുപോലെ തന്നെ ഡയഫ്രോം. ഇന്റർകോസ്റ്റൽ പേശികളും ഡയഫ്രോം. അപ്പൊ നമ്മുടെ അബ്ഡോമിനൽ കാവിറ്റിനെയും അതുപോലെ തന്നെ തൊറാസിക് കാവിറ്റിനെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. നമ്മുടെ പിക്ചറിൽ ഏറ്റവും അടിഭാഗത്ത് ഡയഫ്രം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്. ഈ കാണുന്നതാണ് ഡയഫ്രം. കാണുന്നുണ്ടാവില്ല അല്ലെ? ഓക്കെ. അപ്പോ ഇതാണ് നമ്മുടെ തൊറാസിക് കാവിറ്റി എന്ന് പറയുന്നത്. ഇതിനെ ഇവിടെ വേർതിരിക്കുന്ന ഒരു പാളി കണ്ടോ? ഈ പാളിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത് കേട്ടോ. ഡയഫ്രം. അപ്പൊ ഈ ഡയഫ്രം വലുതാവുന്നതും ചുരുങ്ങുന്നതും അനുസരിച്ചാണ് നമ്മൾ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നത്. ഇനി ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകളുടെ ഇടയിലുള്ള പേശികളാണ് ഇന്റർകോസ്റ്റൽ പേശികൾ, അന്തർപാർശ്വിക പേശികൾ എന്ന് പറയും. അപ്പൊ ശ്വാസോച്ഛ്വാസ ചലനങ്ങളുടെ അടിസ്ഥാനം എന്തായിരിക്കും? നമ്മുടെ തൊറാസിക് കാവിറ്റി, ഔരസാശയം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതാണ് ഈ ശ്വാസോച്ഛ്വാസ ചലനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മള് ശ്വസിക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിൽ 21% ഓക്സിജൻ ഉള്ളൂ. അതില് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. അതൊരു 0.04% ആണുള്ളത്. ഇനി നമ്മൾ പുറത്തേക്ക് വിടുമല്ലോ, പുറത്തേക്ക് വിടുന്ന വായുവിലെ ഓക്സിജന്റെ അളവ് 14%. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിൽ 21% ഉണ്ട്, പുറത്തേക്ക് വിടുന്നതിൽ 14% ഉണ്ട്. വളരെ നിസ്സാര അളവ് മാത്രമാണ് നമ്മുടെ ബ്ലഡില് കലരുന്നുള്ളൂ. ഇനി നമ്മൾ നിശ്വസിക്കുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് 5%. കാരണം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഓക്കെ. അപ്പൊ ഈ ഉച്ഛ്വാസ വായുവിൽ, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിലെ ഓക്സിജൻ രക്തത്തിൽ കലരുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ശ്വാസകോശത്തിലുള്ള ഈ ബലൂൺ പോലെ വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന വായു അറകളിൽ വെച്ചിട്ടാണ് ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇത് ഏത് പ്രോസസ്സ് വഴിയാ നടക്കുക? ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴിയായിട്ടാണ് നടക്കുക. ഓക്കെ. വായു അറകളിൽ നിന്നും ഡിഫ്യൂഷൻ വഴി രക്തലോമികളിലേക്ക് സംവഹിക്കപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്കെ. ഇനി നമുക്ക് ഇതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് കൂടി നോക്കിയിട്ട് നിർത്താം. നമ്മള് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അതുപോലെ തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിന് നമ്മൾ പറയുന്ന പേരാണ് ടൈഡൽ എയർ. ടൈഡൽ എയർ. അപ്പൊ ഒരാൾ സാധാരണ ഇൻഹെയിൽ ചെയ്യാണ്. നമ്മൾ മാക്സിമം ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിന്റെ അളവ് എത്രയാണ് നമ്മൾ മെഷർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ശ്വാസം നന്നായിട്ട് വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് വിടാണ്. ആ പുറത്തേക്ക് വിടുന്ന വായുവിന്റെ അളവായാലും മതി. ഈ അളവിനെ പറയുന്ന പേരാണ് ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം. ഒരാളുടെ ലങ് കപ്പാസിറ്റി എന്തോരുണ്ടെന്ന് അറിയാനായിട്ട് ആ ടൈഡൽ വോളിയം നോക്കിയാൽ മതി. സാധാരണ ഒരു മനുഷ്യന് 500 ml ആണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ ശക്തമായ ഒരു നിശ്വാസത്തിന് ശേഷം ശ്വാസകോശത്തിൽ അവശേഷിക്കുന്ന വായുവിന്റെ അളവ് പറയാം. നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. അതിനുശേഷം നമ്മുടെ ലങ്സിൽ കുറച്ച് എയർ ബാക്കി ഉണ്ടാവും. അങ്ങനെ ബാക്കി നിൽക്കുന്ന, റെസിഡ്യുവൽ ആയിട്ട് നിൽക്കുന്ന വായുവിന്റെ അളവാണ് റെസിഡ്യുവൽ വോളിയം. റെസിഡ്യുവൽ വോളിയം. ഇപ്പൊ ചില കുട്ടികൾ ജനിച്ച ഉടനെ മരിച്ചു പോയതായിട്ട് ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവര് ജനിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടാണോ മരിച്ചത്, അതോ പുറത്തെത്തുന്നതിന് മുമ്പ് അമ്മയുടെ വയറ്റിൽ തന്നെ വെച്ച് മരിച്ചതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ റെസിഡ്യുവൽ വോളിയം ആണ് ചെക്ക് ചെയ്യാൻ. അപ്പൊ കുട്ടി പുറത്തെത്തിയിട്ടാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ കുട്ടി ഒരു തവണയെങ്കിലും ബ്രീത്ത് ചെയ്തിട്ടുണ്ടാവുമല്ലോ.
ആ ബ്രീത്ത് ചെയ്ത് വൺസ് ഒരിക്കലെങ്കിലും ബ്രീത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിൽ എന്ത് കാണും? റെസിഡ്യൂവൽ വോളിയം എന്ന് പറയുന്ന ഒരു വോളിയം, ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ ആ വോളിയം വായു ഉണ്ടാവും. അപ്പൊ അങ്ങനെ പുറത്തെത്തിയിട്ടാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിന്റെ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായത് കൊണ്ടോ ആണെന്ന് പ്രൂവ് ആയി. അപ്പൊ നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ റെസിഡ്യൂവൽ വോളിയം വെച്ചിട്ടാണ് എപ്പോ മരിച്ചു എന്നുള്ളത്, കുട്ടി ജനിക്കുന്നതിന് മുമ്പാണോ ജനിച്ചതിന് ശേഷമാണോ മരിച്ചതെന്ന് പറയാം. ഇനി നല്ല ഗാഠമായ ഒരു ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നമ്മൾ ശ്വാസം എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ എടുക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന പരമാവധി വായുവിന്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. ഒരാളുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 4.5 ലിറ്റർ ആണ്. ആരോഗ്യമുള്ള സ്ത്രീയുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 3 ലിറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് കളയുകയൊക്കെ ചെയ്യുമ്പോൾ എത്ര വായു അകത്തേക്ക് എടുത്തു, എത്ര വായു പുറത്തേക്ക് എടുത്തു, നമ്മൾ ടൈഡൽ വോളിയം, റെസിഡ്യൂവൽ വോളിയം അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമുക്കൊരു ഇൻസ്ട്രുമെന്റ് വേണമല്ലോ. ആ ഇൻസ്ട്രുമെന്റിനെ പറയുന്ന പേരാണ് സ്പൈറോമീറ്റർ. സ്പൈറോമീറ്റർ. ഇനി ഓക്സിജന്റെ അഭാവത്തിൽ നമ്മൾ ശ്വസിക്കുന്നതിനെ പറയുന്ന പേരാണ് അവായു ശ്വസനം, അനൈറോബിക് റെസ്പിറേഷൻ. അനൈറോബിക് റെസ്പിറേഷൻ വഴിയായിട്ട് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കി ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ ആൽക്കഹോള് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഈ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് ഫെർമെന്റേഷൻ. ഈ സാധാരണ നടക്കുക എവിടെയാണെന്നറിയോ? നമ്മുടെ മസിൽസിലാണ് ഈ അനൈറോബിക് റെസ്പിറേഷൻ നടക്കുക. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടുകയോ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാല് കഴിച്ചു എന്ന് പറയാറുണ്ട്. ഇത് ഈ ഫെർമെന്റേഷൻ പ്രോസസ് വഴിയാണ്. നമ്മുടെ മസിൽസിലുള്ള അവായു ശ്വസനം വഴി ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കുന്നത് വഴി ലാക്റ്റിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് കാല് കഴച്ചു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ഫെർമെന്റേഷൻ പ്രോസസ് ആണ്. ഇനി ശ്വാസകോശത്തെയും ശ്വാസനാളിയെയും സംബന്ധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കണമല്ലോ. അതിനെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പൾമണോളജി. പൾമണോളജി. നമ്മൾ ഈ ലങ്സിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ പൾമണോളജിസ്റ്റിനെയാണ് കാണാൻ പോകുക. കണ്ണിന്റെ ആണെങ്കിൽ നമ്മൾ ഒഫ്താൽമോളജിസ്റ്റിനെ കാണാൻ പോകും. ബ്രെയിനിന്റെ ആണെങ്കിൽ നമ്മൾ ആരെ കാണാൻ പോകുക? ന്യൂറോ ഡോക്ടേഴ്സിനെ കാണാൻ പോകും അല്ലെ. അതുപോലെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് നമ്മൾ കാണാൻ പോകുന്ന ഡോക്ടറാണ് പൾമണോളജിസ്റ്റ്. ഇനി മൗസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് ബാധിക്കുന്ന ശരീര വ്യവസ്ഥ ഏതാണ്? ശ്വസന വ്യവസ്ഥയാണ്. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് വരും. നമ്മളെ അഫക്ട് ചെയ്ത ഒരു രോഗം ഓർമ്മയുണ്ടാവും, കൊറോണ. അത് അഫക്ട് ചെയ്യുന്നത് ഏത് വ്യവസ്ഥ തന്നെയാണ്? ശ്വസന വ്യവസ്ഥ തന്നെയാണ് അല്ലെ. ഇനി നമുക്ക് കുറച്ച് രോഗങ്ങളുടെ പേര് കൂടി പഠിക്കാം. നന്നായിട്ട് ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് കറക്റ്റ് അളവിൽ ഓക്സിജൻ കിട്ടാതെ വരുന്ന അവസ്ഥനെ പറയുന്ന പേരാണ് അസ്ഫിക്സിയ. അസ്ഫിക്സിയ. ഓക്സിജൻ കറക്റ്റ് അളവിൽ കിട്ടാത്ത അവസ്ഥ അസ്ഫിക്സിയ. ഈ പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായുവറകളുടെ ഇലാസ്തിക നശിപ്പിക്കുന്നത് വഴി അതിങ്ങനെ പൊട്ടിപ്പോകുകയും വൈറ്റൽ കപ്പാസിറ്റി കുറഞ്ഞു പോകുന്ന അസുഖമാണ് എംഫസീമ. എംഫസീമ. നമ്മളെ ആൽവിയോളെ, ആ ബലൂൺ പോലെ ഇരിക്കുന്ന ഭാഗം, അതിന് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് അതിങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓക്സിജൻ എവിടെ എത്തില്ല? നമ്മുടെ ബ്ലഡിലേക്ക് കൃത്യമായിട്ട് എത്തില്ല. ആ ഒരു അവസ്ഥയാണ് എംഫസീമ എന്ന് പറയുന്നത്. ഇനി ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പുകയിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ അതിനുള്ളിലുള്ള ടാറും കാർബൺ മോണോക്സൈഡും ഒക്കെ വന്നിട്ട് നമ്മുടെ ശ്വാസകോശത്തിന് വീക്കം വരും എന്ന് പറഞ്ഞാൽ നീര് വെച്ച് വീർക്കും. ആ അവസ്ഥേനെ പറയുന്ന പേരാണ് ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ്. ഓക്കെ, ഇനി പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശത്തിന് ഉണ്ടാക്കുന്ന അർബുദത്തിന് പറയുന്ന പേരാണ് ശ്വാസകോശ അർബുദം. നമ്മൾ കേട്ടിട്ടുള്ള പേരുകളായിരിക്കും. ഇനി ഇത് കൂടാണ്ട് നമുക്ക് കേട്ടുപരിചയമുള്ള പേരുകളാണ് ന്യൂമോണിയ. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതുവഴിയായിട്ട് നമ്മുടെ നമ്മുടെ ലങ്സിലെ ആൽവിയോളയിലൊക്കെ ഫ്ലൂയിഡ് ഫില്ലാവുന്ന അവസ്ഥയാണ് ന്യൂമോണിയ. ആസ്മ എന്ന് പറയുന്നത് ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. സാൾസ് എന്ന് പറയുന്നത് ഒരു ഡിസീസ് ആണ്. നമ്മൾ തൊട്ടുമുമ്പ് മാസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസീസ് ആണ്. സിലിക്കോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഒക്യുപേഷണൽ ഡിസീസ് ആണ്. നമ്മള് ഈ മണലുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ പാറമടയിൽ ജോലി ചെയ്യുന്ന ആളുകൾ കണ്ടിന്യൂസ് ഇങ്ങനെ പാറ പൊട്ടിക്കുമല്ലോ. പാറ പൊട്ടിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന സിലിക്ക എന്ന് പറയുന്നത് ഭയങ്കര നൈസ് ആയിട്ടുള്ള പദാർത്ഥമാണ്. അത് നമ്മൾ കണ്ടിന്യൂസ് ശ്വസിക്കുമ്പോൾ നമ്മുടെ ലങ്സിനുള്ളിൽ ഈ സിലിക്ക വന്ന് അടിഞ്ഞുകൂടും. അപ്പൊ അത് കാരണം നമുക്ക് കൃത്യമായിട്ട് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്ന അസുഖമാണ് സിലിക്കോസിസ്.
അതുപോലെ തന്നെ ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതും ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ ആസ്ബസ്റ്റോസ് ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ കാണപ്പെടുന്ന അസുഖമാണ് ആസ്ബസ്റ്റോസിസ്. ആസ്ബറ്റോസ് അല്ല, അതിന്റെ പേര് അങ്ങനെ തന്നെയാണ് കേട്ടോ, ആസ്ബസ്റ്റോസ്. അപ്പൊ ഈ ആസ്ബസ്റ്റോസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ചെറിയ ഭയങ്കര മൈക്രോ അളവില് പൊടി പടലങ്ങൾ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ ശ്വസിക്കുന്നത് വഴിയായിട്ടാണ് ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്ന അസുഖം വരുന്നത്. അപ്പൊ അതൊക്കെ എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽവിയോളെ, വായു അറകളിൽ ഇങ്ങനെ പൊടി വന്ന് അടിഞ്ഞു കൂടാണ്. അങ്ങനെ പൊടി വന്ന് അടിഞ്ഞു കൂടുമ്പോൾ നമുക്ക് പിന്നെ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഓക്സിജൻ എക്സ്ചേഞ്ച് കൃത്യമായിട്ട് നടക്കാണ്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇതുവരെ എടുത്ത സെക്ഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. നമ്മള് 2 കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. പഠിച്ചത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പതിയെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ഇനി എന്നാ.